മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണം പോലീസുകാരിലേക്കും പ്രതിയുടെ ഫോണിൽ നിന്ന് വിവരങ്ങൾ പോലീസുകാർക്ക് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് കൺട്രോൾ റൂം ഓഫീസുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം പരിശോധിക്കുന്നത്. പിന്നിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് 3 ഇടനിലക്കാരടക്കം 9 പേരാണ് പിടിയിലായത്. ഈ 9 പേരും കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. ഇതിലിപ്പോൾ അന്ന് തന്നെ പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ പേർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നുണ്ട്, അതിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന്. അതിലിപ്പോൾ നിർണായകമായിട്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഈ അന്വേഷണം പോലീസുകാരിലേക്ക് നീളുകയാണ്. കേസിലെ പ്രധാന പ്രതിയുടെ ഫോണിൽ നിന്ന് ചില പോലീസുകാരുടെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയുണ്ടായി. അതാണ് ഈ പോലീസുകാരിലേക്കും അന്വേഷണം നീങ്ങാനുള്ള ഒരു കാരണം. അതായത് വിജിലൻസ്, കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന പോലീസ് ഡ്രൈവർമാർക്കെതിരെയാണ് അന്വേഷണം വരുന്നത്. ഈ കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ബിന്ദുവിൻ്റെ കോൾ ലിസ്റ്റ് 2022 മുതലുള്ള കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് പോലീസിന് ഇവിടെ വന്നു പോയവരെ കുറിച്ചുള്ളൊരു വിവരം ലഭിക്കുന്നത്. ഈ ഇടനിലക്കാരുമായിട്ട് ഈ പോലീസുകാർക്ക് എന്താണ് ബന്ധം, അവർക്കും ഈ സെക്സ് റാക്കറ്റിൽ ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് 9 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ആ 9 പേരെയും കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യത്തിൽ വിട്ടിരുന്നു. അതിൽ 3 പേര് ഈ വയനാട് പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള പ്രധാന പ്രതി ബിന്ദു, അതുപോലെ തന്നെ ഇടുക്കി സ്വദേശി അഭിരാമി, കരുവന്തുരുത്തി സ്വദേശി ഉപേഷ് എന്നിവരാണ് ഈ സെക്സ് റാക്കറ്റിന്റെ നടത്തിപ്പുകാർ. ഇവർക്ക് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ഏത് നിമിഷവും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. എന്തായാലും ഇവരെ ഇപ്പോൾ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ്. ഇവരുടെ മൊബൈൽ ഫോണുകളെല്ലാം തന്നെ പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ബിനിൽ.